തമിഴ്നാട് നീലഗിരി കോത്തഗിരിയിൽ ജനവാസ മേഖലയിൽ പുലികൾ കഴിഞ്ഞ 25-ന് പുള്ളിപ്പുലി ഇറങ്ങിയ പ്രദേശത്ത് ഇന്നലെ കരിമ്പുലിയും എത്തി. പുലികൾ നടന്നു നീങ്ങുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. മലയാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് വന്യജീവികൾ ഇറങ്ങിയത്. അനീസ് വിവരങ്ങൾ നൽകും. അനീസ, പുലികൾക്ക് പിന്നാലെ ഇപ്പോൾ കരിമ്പുലിയും എത്തിയിരിക്കുകയാണ്. അവിടെ ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയിരിക്കുന്നത്. വനംവകുപ്പ് എത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? എന്ത് നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്? ഭീതിയിലാണ് പ്രദേശവാസികൾ കഴിയുന്നത്. വയനാടുമായി അതിർത്തി പങ്കിടുന്ന നീലഗിരി ജില്ല, തമിഴ്നാട് സംസ്ഥാനത്തിൽപ്പെട്ട നീലഗിരി ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത്. കോത്തഗിരിയിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് മലയാളികൾ ധാരാളമായി തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ്. വീടിന് സൈഡിലൂടെയും അതുപോലെ വീടിന് മുറ്റത്തും ഒക്കെ പുലിയും കരിമ്പുലിയും ഒക്കെ എത്തുന്ന ഭീതിതമായ സാഹചര്യമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് ഈ പ്രദേശത്ത് പുലി എത്തുന്ന ഒരു CCTV ദൃശ്യങ്ങൾ ആദ്യം പുറത്തു വന്നത്. അതിനുശേഷം പക്ഷെ ഇന്നലെ വീണ്ടും ആ പ്രദേശത്ത് കരിമ്പുലി കൂടി എത്തുന്നു. അതായത് ഒരു പുലി അവിടെ പ്രദേശത്തുണ്ട് എന്നതല്ല, നിരന്തരം വന്യമൃഗങ്ങൾ ഇങ്ങനെ വന്നു പോകുന്ന ഒരു പ്രദേശമായി അത് മാറുന്നു എന്നതാണ് ഏറ്റവും ഭീതിതമായ സാഹചര്യം. പ്രദേശത്ത് തമിഴ്നാട് വനംവകുപ്പ് നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പുലികളെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആളുകളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം നടപടികൾ മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ദിവ്യ. യെസ്, അല്ല അനീസ്, ഇനി വീണ്ടും പുലി ഇറങ്ങിയാൽ അതിനെ പിടികൂടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുക, കൂടുകൾ സ്ഥാപിക്കുക, അങ്ങനെയുള്ള നടപടിയൊന്നും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലേ? അത്തരം നടപടികളിലേക്ക് കടക്കേണ്ടതാണ്. പക്ഷെ ഇതിപ്പോ തമിഴ്നാട് സർക്കാരാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. തമിഴ്നാട് സർക്കാരിന്റെ വനംവകുപ്പ് പക്ഷെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നിലവിൽ കടന്നിട്ടില്ല. അവിടെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായി അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ പരിശോധനയിൽ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ പ്രദേശത്ത് തന്നെ ഒരു പുലിയോ അല്ലെങ്കിൽ കരിമ്പുലിയോ തങ്ങുന്നു എന്നതല്ല മനസ്സിലാവുന്നത്. ആ പ്രദേശത്ത് അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് അത് കയറി പോവുകയും പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന നിരന്തരം മൃഗങ്ങൾ ഇങ്ങനെ വന്നു പോകുന്ന ഒരു പ്രദേശമായി ആ പ്രദേശം മാറുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീതി ഒഴിവാക്കാൻ ഒന്നുകിൽ ക്യാമറകൾ കൂടുതൽ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ കൂട് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടികളിലൂടെ ഈ അപകടം ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ വളർത്തുമൃഗങ്ങളെ പിടിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും വലിയ തരത്തിലുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധവും ഒരു മൂവ്മെന്റ് ആയി അങ്ങനെ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളിൽ ഇപ്പോൾ വനംവകുപ്പ് കോത്തഗിരി എന്ന് പറയുന്ന ഈ സ്ഥലം ഒരുപാട് മലയാളികൾ താമസിക്കുന്ന ഇടമാണ്. അതുപോലെ തന്നെ ഈ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണോ ഇത്? തീർച്ചയായും അതായത് തൊട്ടടുത്ത് അല്ലെങ്കിൽ പോലും സമീപത്തായി വനമേഖലയുണ്ട്. അവിടെ നിന്നാണ് മൃഗങ്ങൾ ഇറങ്ങുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഈ പ്രദേശം മലയാളികൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ്. തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും വയനാടുമായി അതിർത്തി പങ്കിടുന്ന പല പ്രദേശങ്ങളിലും മലയാളികൾ ധാരാളമായി താമസിക്കുന്നുണ്ട്. പലപ്പോഴും കച്ചവടത്തിനും കൃഷിക്കും ഒക്കെ പോയി അവിടെ സ്ഥിരതാമസക്കാരാവുന്ന ആളുകളാണ്. അവരുടെ എല്ലാം അവര് നാട്ടിലേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ അവിടെ വീട് വെച്ച് താമസിക്കുന്ന ആളുകളാണ്. അവിടെ അവരുടെ എല്ലാ ഉപജീവന മാർഗങ്ങളൊക്കെ അവിടെ തമിഴ്നാടുമായി ബന്ധപ്പെടുത്തിയതുകൊണ്ട് ആ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. സാങ്കേതികമായി ഇത് അതിർത്തി കടന്നിട്ടുള്ളതാണ്, തമിഴ്നാട്ടിൽ പെടുന്ന സ്ഥലമാണ്. പക്ഷെ മലയാളികൾ ധാരാളമായി താമസിക്കുന്ന സ്ഥലമാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഇങ്ങനെ 2 മൃഗങ്ങളെ കണ്ടു എന്നതുകൊണ്ട് പക്ഷെ സംസ്ഥാന സർക്കാർ കേരളത്തിന് അവിടെ ഇടപെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തമിഴ്നാടിന്റെ അതിർത്തിയിൽപ്പെട്ടതാണ്. തമിഴ്നാട് വനംവകുപ്പാണ് അതിൽ നിലപാടെടുക്കുകയോ ഇടപെടുകയോ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടില്ല.